പത്തനംതിട്ട കോന്നി കുമരംപേരൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 8 വനം വകുപ്പ് ജീവനക്കാർക്ക് പരിക്ക്. ആനയെ തുരത്താനുള്ള ദൌത്യത്തിനിടെയാണ് ജീവനക്കാർക്ക് നേരെ ആന പാഞ്ഞെടുത്തത്. എ.വി. ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ഇത് അപൂർവ സംഭവമാണ്. ഇത്തരത്തിൽ സംഭവങ്ങൾ നമ്മൾ അങ്ങനെ സാധാരണയായി കേൾക്കാറില്ല. വനം വകുപ്പ് ജീവനക്കാർക്കെതിരെ കാട്ടാന ആക്രമിക്കുന്ന സംഭവം എന്താണ് അവിടെ ഉണ്ടായത്? നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രജിൻ, ഈ കോന്നിയിലെ കല്ലേലി, കൊക്കാത്തോട് പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ആനയെ തുരത്താൻ ഈ മേഖലയിൽ വനം വകുപ്പ് ദൗത്യം ആരംഭിച്ചത്. ഈ ദൗത്യത്തിനിടയിലാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം വനപാലകർക്ക് തന്നെ പരിക്ക് സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കാട്ടാനയുടെ ആക്രമണത്തിലാണ് ഇത്തരത്തിൽ പരിക്ക്. കഴിഞ്ഞ ദിവസം കോന്നിയിലെ കുമരംപേരൂർ വയക്കര വനമേഖലയിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ കാട്ടാനക്കൂട്ടത്തെ നാട്ടിലിറങ്ങുന്നത് തുരത്താനുള്ള ദൗത്യം നടത്തിയത്. ഈ ദൗത്യത്തിനിടയിലാണ് ഈ ആനയുടെ സഞ്ചാരപാത ഉൾപ്പെടെ കണ്ടെത്തിക്കൊണ്ട് ഈ ആനയെ തുരത്താനുള്ള ഒരു ദൗത്യമാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയത്. 64ഓളം ഉദ്യോഗസ്ഥരാണ് ഈ ഒരു ദൗത്യത്തിൽ പങ്കെടുത്തത്. ഇതിനിടയിലാണ് 8ഓളം വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സാരമായ പരിക്ക് ഈ കാട്ടാന ആക്രമണത്തിൽ സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഉദ്യോഗസ്ഥർ ഈ ആനയുടെ സഞ്ചാരപാത ഉൾപ്പെടെ കണ്ടെത്തി തുരത്തുന്നതിനിടയിൽ കാട്ടാനക്കൂട്ടം വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ തിരിയുകയായിരുന്നു. ഈ ദൗത്യത്തിനിടയിലാണ് 8ഓളം ഉദ്യോഗസ്ഥർക്ക് പരിക്ക് പറ്റിയിരിക്കുന്നത്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല, സാരമായ പരിക്കുകളാണ് സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം നടത്തിയ ദൗത്യത്തിനിടയിലാണ് ഇത്തരത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ കാട്ടാന പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്താൻ കൂടുതൽ ഇത്തരത്തിലുള്ള ദൗത്യങ്ങൾ നടത്തുമെന്നാണ് വനം വകുപ്പ് പറയുന്നത്. ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ, കോന്നിയിലും കല്ലേലിയും ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ വ്യാപകമായി കാട്ടാനാക്രമണം രൂക്ഷമാണ്. ഈ രാവിലെ പോലും കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷി ഉൾപ്പെടെ നശിപ്പിക്കുന്ന വലിയ ദുരിതം ജനങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ട്. അതിനിടയിലാണ് ഇതിനെ പ്രതിരോധിക്കാൻ വനം വകുപ്പ് ഒരു ശ്രമം നടത്തിയത്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു പരിക്ക് പറ്റിയത്. പൊതുവെ വനം വകുപ്പ് കാര്യമായൊന്നും ശ്രമിക്കുന്നില്ല എന്നാണ് ജനങ്ങളുടെ പരാതി. പക്ഷേ അതിനപ്പുറത്തേക്ക് വനം വകുപ്പ് അവരുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ ഈ മേഖലയിലൊക്കെ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിരുന്നു ഇത്തരത്തിൽ കാട്ടാനകളുടെ സഞ്ചാരപാത ഉൾപ്പെടെ കണ്ടെത്തി അവയെ തുരത്താനുള്ള ഒരു ദൗത്യവുമായി 64ഓളം ഉദ്യോഗസ്ഥർ ഇന്നലെ വനത്തിലേക്ക് ഇറങ്ങിയത്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു കാട്ടാനാക്രമണം ഉണ്ടായത്. അതിൽ 8ഓളം ഉദ്യോഗസ്ഥർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. പരിക്ക് ഗുരുതരമല്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ്. എന്തായാലും ഈ ദൗത്യം തുടരും. വരും ദിവസങ്ങളിലും ഇങ്ങനെയൊക്കെ പല മേഖലകളിലും പ്രത്യേക ഡ്രൈവ് നടത്താൻ തന്നെയാണ് കോന്നിയിലെ വനം വകുപ്പിന്റെ തീരുമാനം. പ്രജിൻ, എ.വി. ജയശങ്കറാണ് പത്തനംതിട്ടയിൽ വിശദാംശങ്ങൾ നൽകിയത്.